നമസ്കാരം. ACV ഓൺലൈൻ വാർത്തകളിലേക്ക് സ്വാഗതം. സൗദിയിലെ ജോലി സ്ഥലത്ത് വെച്ച് വാങ്ങിയ 50 ലക്ഷം രൂപ മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രവാസിയും കുടുംബവും പന്തൽ കെട്ടി സമരം തുടങ്ങി. തിരൂർക്കാടിന് സമീപം മരിപ്രയിലാണ് പന്തൽ കെട്ടി സമരം നടത്തുന്നത്. മാതാവും ഭാര്യയും അടക്കമുള്ളവരും പ്രവാസിക്കൊപ്പം സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തുക നൽകാതെ വഞ്ചിച്ചതായി പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. സൗദി അറേബ്യയിൽ വെച്ച് കടമായി വാങ്ങിയ 50 ലക്ഷം രൂപ മടക്കി കിട്ടാൻ പ്രവാസിയായ യുവാവും കുടുംബവും തിരൂർക്കാടിനടുത്ത് അരിപ്രയിലെ ഹൈവേ പരിസരത്ത് പന്തൽ കെട്ടി സമരം തുടങ്ങി. 2017 ജൂലൈയിലാണ് ഞാനും ഈ സുനീർ എന്ന വ്യക്തിക്ക് 2.5 ലക്ഷം റിയാൽ കൊടുക്കുന്നത്. അത് ഇന്ത്യൻ പൈസ 50 ലക്ഷം രൂപ. അത് എന്നോട് വലിയ ഷോപ്പ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ക്യാഷ് വാങ്ങിയത്. ആ ക്യാഷ് പിന്നെ ഷോപ്പ് തുടങ്ങാതായപ്പോൾ ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞിട്ട് പൈസ വേണം, എനിക്ക് ഷോപ്പ് ആയിട്ടില്ല. ചെരക്കാപ്പറമ്പ് തവളയങ്ങൽ മുഹമ്മദ് നൌഫലും മാതാവുമാണ് കഴിഞ്ഞ ദിവസം സമരം ആരംഭിച്ചത്. ഒപ്പം ജോലി ചെയ്തിരുന്ന സുനീറാണ് തുക വാങ്ങിയതെന്ന് മുഹമ്മദ് നൌഫൽ പെരിന്തൽമണ്ണ CIക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. അയാൾ പറഞ്ഞത് ഞാൻ പൈസയൊക്കെ എന്റെ നാട്ടിൽ എന്റെ ഉപ്പാക്കും ഉമ്മാക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്, അവരെടുത്തിന്റെ നാട്ടിലേക്കാണ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ പൈസയൊക്കെ സേഫാണ്, എന്റെ ഉപ്പാന്റെ അടുത്ത് വീട്ടുണ്ട്, അവിടെ ചെന്നാൽ എനിക്ക് പൈസ കിട്ടുന്നതാണ്. അങ്ങനെ വീട്ടിൽ ചെന്ന് പൈസ ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെ ഒരു പൈസ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്ക് അവരെ അയച്ചു തന്നിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞത്. 2017 ജൂലൈയിലാണ് തുക കടമായി വാങ്ങിയത്. പെരിന്തൽമണ്ണയിലെ കാർഷിക സഹകരണ ബാങ്കിൽ നിന്നാണ് തുക കടമെടുത്തത്. 3 വർഷമായി പണം നൽകാതെ കടം വാങ്ങിയ ആൾ ഒഴിഞ്ഞു മാറുകയാണെന്നും പരാതിയിൽ പറയുന്നു. ഇതിനിടെ താൻ പലിശക്കാരനാണെന്ന് നാട്ടിൽ പ്രചരിപ്പിച്ച് അപമാനിച്ചതായും പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. ബാങ്കിൽ നിന്നും കടമെടുത്ത് നൽകിയ തുക തിരിച്ചടക്കാത്തതിനാൽ ബാങ്കിൽ നിന്നും നോട്ടീസ് വന്നതായും താനും കുടുംബവും ആത്മഹത്യയുടെ വക്കിലാണെന്നും നൌഫൽ പറയുന്നു. പിന്നെ ഇവര് ബഷീറാക്കാനോട് പറഞ്ഞു, സമ്മതിപ്പിച്ചതാണ്. പിന്നെ അവര് അതിന് ആദ്യത്തെ ഗഡു എന്നുള്ള രൂപത്തിൽ 10 ലക്ഷം റുപ്യ തരുകയും ചെയ്തു. 10 ലക്ഷം റുപ്യ ചെക്കും തന്നു. ആ 10 ലക്ഷം ഇതുവരെ കിട്ടിയിട്ടില്ല. 10 ലക്ഷം കിട്ടിയിട്ടില്ല. അത് പറഞ്ഞ നമ്മള് പറഞ്ഞ് സംസാരിച്ച രൂപത്തിലല്ല പിന്നെ അവര് ചെയ്തത്. നമുക്ക് വർഷത്തിൽ തരാന്നാണ് ചെയ്തില്ല. അതുപോലെ ഞങ്ങളെ മെമ്പർ ഉണ്ടായും, തങ്ങൾക്ക് അബുദാബി 23 മെമ്പർ ഇതൊരു ഇടപെട്ടിരുന്നു. മെമ്പർ ഇടപെട്ടിട്ട് ഇവര് 5 ലക്ഷം റുപ്യ തരാന്നൊക്കെ പറഞ്ഞ് ഇരുന്നു. 5 ലക്ഷം തറഞ്ഞാണ്ട് 10 ഉറുപ്പ് ആക്കാന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മളടുത്ത് വന്നില്ല. നമ്മൾ മെമ്പറോട് പറഞ്ഞിരുന്നു. മെമ്പർ പറഞ്ഞു ഇങ്ങനെ ഇടപെട്ട് 50 ലക്ഷം റുപ്യ അല്ല തരാനിലേക്ക് ഞങ്ങൾ 5 ലക്ഷം റുപ്യ തന്നിട്ട് ഞങ്ങൾക്ക് ഒന്നും ആകൂല. അങ്ങനെ 50 ലക്ഷം റുപ്യ ഞങ്ങൾ കച്ചവടത്തിന് കൊടുത്തതാണ്, ഞങ്ങൾ വേറെ ആവശ്യത്തിന് കൊടുത്തതാണ്. അതുകൊണ്ട് തങ്ങളോട് പറഞ്ഞപ്പോൾ നമുക്ക് 5 ലക്ഷം വേണ്ട എന്ന് പറഞ്ഞു. 5 ലക്ഷം വേണ്ടെന്ന് പറഞ്ഞാൽ അത് കാരണം എനിക്ക് ബാങ്കിൽ നിന്ന് പിന്നെ നോട്ടീസൊക്കെ വന്ന കാരണം ഞാൻ ഭയങ്കര പ്രശ്നത്തിലാണ്. ഞാൻ പെരുന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് പൈസ ലോൺ. അതിപ്പോൾ ഈ കോവിഡ് ആയതുകൊണ്ട് എനിക്ക് 6 മാസം മൊറട്ടോറിയം കിട്ടി. ഇപ്പോൾ ബാങ്കിലെ തിരിച്ചടക്കി സ്വത്തൊക്കെ ഇതാക്കുന്നൊക്കെ പറയുന്നത് 2 മാസം കൊണ്ട് എത്രയോ 1.54 തിരിച്ചടക്കുന്നതൊക്കെ ബാങ്കിൽ പറയുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ ഭാര്യനെയും ഉമ്മാനെയും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ സജ്ജകര ഇരിക്കുന്നത്. ഇതൊരു സൂചന ആയിട്ടാണ് ഇന്ന് ഇരിക്കുന്നത്. ഇനി പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ അവരെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ കയറിയാണ്ടെങ്കിലും മക്കളെയും കൂട്ടിയാണ്ട് ഇരിക്കാമെന്ന് കരുതുന്നത്. പണം എത്രയും വേഗം ലഭിക്കാത്ത പക്ഷം സുനീറിന്റെ വീട്ടുപടിക്കൽ സമരം തുടരുമെന്നും മുഹമ്മദ് നൌഫൽ പറഞ്ഞു. ACV ന്യൂസ് പെരിന്തൽമണ്ണ.